ഈശോയിൽ പ്രിയമുള്ള സ്നേഹിതരെ, ഇന്ന് ഈസ്റ്റർ, കർത്താവിൻ്റെ ഉത്ഥാന തിരുനാള്. എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ആദ്യമേ തന്നെ നേരുകയാണ്. എന്താണ് ഈശോയുടെ ഉത്ഥാന തിരുനാള്? ഈ തിരുനാള് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വലിയ സത്യം. So today we are celebrating this feast by standing at the heart of faith. വിശ്വാസത്തിന്റെ ഹൃദയത്തിൽ, കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈശോയുടെ ഉത്ഥാന തിരുനാള് ആഘോഷിക്കുന്നത്. ഈ തിരുനാള് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയല്ല. ഒരു വിശ്വാസി വർഷത്തിൽ ഒരു ദിവസം മാത്രം ആഘോഷിച്ച് കടന്നു പോകേണ്ട ഒരു തിരുനാളല്ല. മറിച്ച് ഒരു വിശ്വാസി തന്റെ ജീവിതം കൊണ്ട് എല്ലാ ദിവസവും പ്രഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ട ഒരു തിരുനാളാണ് കർത്താവിൻ്റെ ഉത്ഥാന തിരുനാള്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ഇവിടെ സുവിശേഷകൻ പ്രകൃതിയുടെ ഒരു ഇരുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഇരുട്ടായിരുന്നു. ഈ ഇരുട്ട് ഒരു പ്രകൃതിയുടെ അല്ലെങ്കിൽ മഗ്ദലന മറിയത്തിന്റെ ചുറ്റുമുള്ള ഇരുട്ടിനെ കുറിച്ച് മാത്രം സൂചിപ്പിക്കുന്ന ഒന്നല്ല, മറിച്ച് ഇത് അവളുടെ ഉള്ളിലെ ഇരുട്ടിനെ കുറിച്ചുകൂടി സുവിശേഷകൻ സൂചിപ്പിക്കുകയാണ്. കാരണം എന്താണ്? അവൾ ഈശോയുടെ അടുത്തേക്ക്, ഈശോയുടെ കല്ലറയുടെ അടുത്തേക്ക് വരുമ്പോൾ അവളുടെ ഹൃദയം ഇരുട്ടായിരുന്നു. അത് തൻ്റെ പ്രിയപ്പെട്ട ഗുരു മരിച്ചു എന്നതിൻ്റെ വേദന, ഒരു നിരാശ, അതിനപ്പുറം ഈശോ ഉയർത്തു എന്ന് വിശ്വസിക്കുവാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ. കാരണം അവള് പത്രോസിനെയും യോഹന്നാനെയും ഈ കാര്യം അറിയിക്കുമ്പോൾ, നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, അവൾ പറയുന്നുണ്ട്, ഈശോയെ അവർ എടുത്തുകൊണ്ടു പോയിരിക്കുന്നു, അവനെ അവർ എവിടെ വെച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ഈശോ ഉയർത്തു എന്ന് അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, മറിച്ച് ഈശോയുടെ ശരീരം അവര് എടുത്തുകൊണ്ടു പോയിരിക്കുന്നു എന്നാണ് അവൾ വിശ്വസിച്ചത്. നമുക്കറിയാം, പത്രോസും യോഹന്നാനും ഈ കല്ലറയുടെ അടുത്തേക്ക് വരുമ്പോഴും അവർക്കും ഈശോ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള തിരുവഴുത്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മറിച്ച് കല്ലറയുടെ അകത്ത് കയറി അവിടെ ഈശോ ഇല്ല, ഈശോയുടെ ശിരസിൽ ചുറ്റിയിരുന്ന കച്ച ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു കഴിയുമ്പോഴാണ് അവര് ഈശോയെക്കുറിച്ചുള്ള ആ തിരുവെഴുത്ത് മനസ്സിലോർക്കുകയും അവര് ഈശോയില് വിശ്വസിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ഈ ഈസ്റ്റർ തിരുനാള് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈശോ ഉയർത്തെഴുന്നേറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. അപ്പോ ഈശോ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാനായിട്ട്, അവൻ ഇന്നും ജീവിക്കുന്നു, നമ്മളെല്ലാം അവനിലാണ് ജീവിക്കുന്നത് എന്നുള്ള വലിയ സത്യം, ആ വലിയൊരു തിരിച്ചറിവിലേക്ക് വരുവാനായിട്ടുള്ള ക്ഷണമാണ് ഈ ഈസ്റ്റർ തിരുനാള് നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളും ഇന്നും പഴയകാല ജീവിതത്തിൽ സംഭവിച്ച ചില പാപത്തിന്റെ, ചില സഹനത്തിന്റെ, ചില തകർച്ചകളുടെയൊക്കെ അടിമത്തത്തിൽ നമ്മൾ ഇന്നും ജീവിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നും ജീവിക്കുന്ന ദൈവത്തിലാണ് വിശ്വസിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ടുള്ള ഒരു തിരുനാളാണ് ഈ ഈസ്റ്റർ തിരുനാള്. പ്രിയമുള്ളവരെ, ഈശോ ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ കല്ലറ ശൂന്യമായി എന്ന് പറയുമ്പോൾ ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന് മാത്രമല്ല അതർത്ഥമാക്കുന്നത്, മറിച്ച് ഈശോ പാപത്തെ അവൻ തോൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ അടുത്ത ഞായറാഴ്ച
ഈശോയുടെ ഡിവൈൻ മേഴ്സി, കരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഈശോ ഫൗസ്റ്റീനയോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഏറ്റവും വലിയ പാപി അവനാണ് ദൈവത്തിന്റെ കരുണയ്ക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ളവൻ. വചനം നമ്മളോട് പറയുന്നുണ്ടല്ലോ, ഈശോയെ കുറിച്ച് പറയുമ്പോൾ അവൻ നീതിമാന്മാരായ 99 പേരെയും ഉപേക്ഷിച്ച് കാണാതെ പോയ ഒരുവന്റെ പിന്നാലെ പോകുന്നു. പ്രിയമുള്ളവരെ, ഇന്നും ജീവിക്കുന്ന, ഉയർത്തെന്നിട്ട് ജീവിക്കുന്ന ഈശോ പാപത്തെ അവൻ അതിജീവിച്ചിരിക്കുന്നു, തോൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ പാപത്തിന്റെ അടിമയാണെങ്കിൽ നിരാശപ്പെട്ട് ഇരുളിൽ ജീവിക്കേണ്ടവരല്ല, മറിച്ച് കല്ലറയ്ക്കുമപ്പുറം ഉയർത്തെഴുന്നേറ്റ ഈശോ, കരുണയുള്ള ദൈവത്തിൽ നമ്മൾ അവന്റെ കരുണ ലഭിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അവൻ സഹനത്തെയും അവൻ മരണത്തെയും അതിജീവിച്ചിരിക്കുന്നു. ഈ ലോകത്തിന്റെ വ്യക്തികള് നമ്മളുടെ സഹനം കാണുമ്പോൾ, ഈ ലോകത്തിലെ മനുഷ്യരെ മരണം കാണുമ്പോൾ പറയും, നമ്മൾ പരാജയപ്പെട്ടു, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. പക്ഷേ പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്കറിയാം, ഈ സഹനങ്ങൾക്കുമപ്പുറം, ഈ ലോകത്തിനുമപ്പുറം, ഈ ലോകത്തിലെ മരണത്തിനുമപ്പുറം നമുക്ക് ഉദ്ധിതനായ ഈശോയില് ഒരു ജീവിതമുണ്ട്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം പറയുന്നു. അവൻ മരണത്തെ ജയിച്ചിരിക്കുന്നു, പാപത്തെ ജയിച്ചിരിക്കുന്നു, അവൻ സഹനത്തെ ജയിച്ചിരിക്കുന്നു. അവനിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപത്തിനും സഹനത്തിനും മരണത്തിനുമപ്പുറം ഒരു ജീവിതം നമുക്ക് ക്രിസ്തുവിലുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തില് ഈ ലോകത്തിൽ വിശ്വാസത്തോടെ ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപയാണ്, ശക്തിയാണ് ഈശോയുടെ ഉത്ഥാന തിരുനാള് നമുക്ക് നൽകുക. ഇനി രണ്ടാമതൊരു വശം കൂടി ഈ തിരുനാളുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഉത്ഥാനത്തിന്റെ വലിയ മഹിമ, ഈ ഉത്ഥാനത്തിന്റെ വലിയ അനുഭവം, അത് നമ്മളിൽ മാത്രം ജീവിക്കുകയും നമ്മളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. ഇന്ന് ലോകത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയിരിക്കുന്ന വലിയൊരു മെസ്സേജാണ് ഈ ഈസ്റ്ററിന്റെ മെസ്സേജ്. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നമുക്കറിയാം, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാര്, അവരുടെ സാക്ഷ്യം, ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയ വിശുദ്ധര്, നമുക്കറിയാം നമ്മുടെ റാണി മരിയ പോലെയുള്ള വിശുദ്ധര്, അവർ രക്തം ചിന്തി മരിക്കുമ്പോഴും അവർക്കറിയാമായിരുന്നു, അവർ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിൽ വിശ്വസിച്ചു. ഈശോയ്ക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചാലും ഈ മരണത്തിനും അപ്പുറം ഒരു ജീവിതമുണ്ട് എന്നുള്ള വലിയ വിശ്വാസമാണ് അവരെ മരിക്കാൻ പോലും പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് വിശ്വാസമില്ലാതെ, ദൈവമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരിലേക്ക് പ്രിയമുള്ളവരെ, നമ്മുടെ സാക്ഷ്യം ഏറ്റവും അത്യാവശ്യമാണെന്ന്. ഒത്തിരിയേറെ മനുഷ്യർ യൂറോപ്പിൽ ജീവിക്കുന്നത് വി ആർ കാത്തലിക്സ് ബട്ട് വി ആർ നോട്ട് പ്രാക്ടീസിങ്. ഞങ്ങള് കത്തോലിക്കരാണ്, ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്, പക്ഷെ ഞങ്ങള് വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ദൈവമില്ലാതെ ജീവിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമില്ലാതെ ഈ ലോകത്തിന്റെ ആധിപത്യവും പണവും സ്ഥാനമാനവും മാത്രം മതി, ജോലിക്കും പണത്തിനുമൊക്കെ മാത്രം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഉയർത്തെഴുന്നേറ്റ് ഈശോയെ കൊടുക്കണം. ഈശോയുടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എൻക്വയറി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുണ്ട്, ഈശോയുടെ ഉത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫിലിമാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരികളെ നിയമിക്കുകയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റോ എന്ന് പഠിക്കുവാനായിട്ട്, കാര്യകാര്യ സഹകരണം തെളിവോടുകൂടി മനസ്സിലാക്കുവാനായിട്ട് അധികാരികളെ അയക്കുകയാണ്. ഈശോയുടെ ഉത്ഥാനത്തിന് കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈശോയുടെ ഉത്ഥാനം സംഭവിച്ചു എന്ന് പറഞ്ഞ യോഹന്നാനെയും പത്രോസിനെയും മഗ്ദലന മറിയത്തെ എല്ലാവരെയും ഒക്കെ കാണാനും ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇവരെത്തുകയാണ്. ഇവരെല്ലാവരെയും കണ്ട് തെളിവുകൾ ശേഖരിക്കുകയാണ്. ഏറ്റവും ഒടുവിലെ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ ഒരാളെ കൂടി കാണേണ്ടതായിട്ടുണ്ട്. ഈശോയുടെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച മഗ്ദലന മറിയം. ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അവൾ ഒരു ദ്വീപിലാണ് ജീവിക്കുന്നത്. ഈ റോമൻ അധികാരികള് അവളെ സമീപിക്കുമ്പോൾ അവൾ കുഷ്ഠരോഗികളുടെ ഇടയിൽ ജീവിക്കുകയാണ്, അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ്.
അപ്പോൾ സാക്ഷ്യമായിട്ട് അവൾ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്: ഞാനിന്ന് ഈ കുഷ്ഠരോഗികൾക്കിടയിൽ ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ അതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ, കാരണം ഈശോ ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് ഞാൻ ഇവർക്കിടയിൽ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാനായിട്ടുള്ളവരല്ല. നമുക്ക് കുടുംബമുണ്ടാകാം, നമുക്ക് ജോലി ഉണ്ടാകാം, പല കാര്യങ്ങൾ നമുക്ക് ജീവിതം ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ടാകാം. പക്ഷേ നമ്മളുടെ പ്രധാനപ്പെട്ട മാമോദിസ സ്വീകരിച്ച എല്ലാവരുടെയും വലിയ ഉത്തരവാദിത്തമാണ് ഈശോയുടെ ഉത്ഥാനത്തിന് സാക്ഷികളായിട്ട് ജീവിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പഴയകാല ജീവിതത്തിന്റെ മുറിവുകള്, തകർച്ചകള്, രോഗങ്ങള്, ബന്ധങ്ങളുടെ തകർച്ചകള് എല്ലാം മാറ്റാം. എന്നിട്ട് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കാം, എൻ്റെ ഈശോ പാപത്തെയും മരണത്തെയും സഹനത്തെയും അതിജീവിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവന്റെ ഉത്ഥാനത്തിന് സാക്ഷ്യമായിട്ട് ഞാൻ ജീവിക്കണം. അത് എൻ്റെ ജീവിതത്തിന് കരുത്ത് പകരണം, ഒപ്പം ലോകത്തിന് അത് പ്രകാശമായിട്ട് മാറണം. അതിന് ഈ തിരുനാള് നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈസ്റ്റർ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമേൻ.